കുടുംബം എന്ന സംവിധാനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സാധാരണ ശബ്ദത്തിലാണ്, പക്ഷെ നിങ്ങളെല്ലാവരും അത് കേൾക്കുന്നു. കാരണം ഇവിടെ മൈക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ മൈക്ക് മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. മൊബൈല് നമ്മൾ കണ്ടുപിടിച്ചതാണ്. വാഹനം മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. എന്നാൽ കുടുംബം എന്ന സംവിധാനം മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ അതിന് ഏൽക്കുന്ന പരിക്കുകൾ, പുഴുക്കുത്തുകൾ വളരുന്ന തലമുറയെയും ജീവിക്കുന്ന നമ്മുടെയും എല്ലാവരുടെയും സമാധാനം കെടുത്തിക്കളയും എന്നതുകൊണ്ട് കുടുംബം സംവിധാനം കാത്തു സൂക്ഷിക്കേണ്ടത് വലിയ ബാധ്യതയായിട്ടാണ് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒരാഴ്ചയിൽ 2 ദിവസമാണ് നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും, നമസ്കാരം, ഖുർആനോത്ത്, സദഖ, ഇതെല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുക ആഴ്ചയിൽ 2 ദിവസമാണ്, വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും. സഹോദരന്മാരെ, ഒരു വിഭാഗം ആളുകളുടെ അമലുകൾ മാത്രം അവരുടെ തലക്ക് മുകളിലേക്ക് ഉയർന്നു പോവുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു. ആരുടേതാണത്? പരസ്പരം തെറ്റി നിൽക്കുന്ന, പരസ്പരം മിണ്ടാതെ നിൽക്കുന്ന, പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ ഏത് കാരണത്തിന്റെ പേരിലാണെങ്കിലും അവരുടെ ഒരു അമലും അവരുടെ തലക്ക് മുകളിലേക്ക് പൊതുകയില്ല എന്നത് ബന്ധം ചേർക്കുന്നതിന്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൈലേജ് തീരും പാടിയിരിക്കും. അപ്പൊ അമ്മ അപ്പുറത്ത്, കാക്കപ്പുറത്ത്, താത്തപ്പുറത്ത്, അരന്റെ കീപ്പട്ട് നോക്കൂല അല്ലേ? ഇന്ന് എല്ലാ വീട്ടിലും അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലേ? എല്ലാവർക്കും ബെഡ്റൂം ഇല്ലേ? ആരെങ്കിലും വരുന്നുണ്ടോ, പോകുന്നുണ്ടോ, നിൽക്കുന്നുണ്ടോ? ഈ ഉപ്പമാരുടെ കണ്ണിലേക്ക് ഞാൻ നോക്കി. ആ കാക്ക, അദ്ദേഹത്തെ നിങ്ങൾ ഷാള് കൊണ്ട് പൊതിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. ഈ ഉമ്മമാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. ആ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും അവർ ആഗ്രഹിക്കുന്നു. ആളില്ല, മക്കൾക്ക് അതിന് സമയമില്ല. ചോദിക്കട്ടെ, ഉമ്മമാർക്ക് മക്കൾ ഉമ്മ കൊടുക്കാറുണ്ടോ? ഉമ്മ മക്കൾക്ക് ഉമ്മ കൊടുക്കലുണ്ടോ? ഇന്ന് കുടുംബസംഗമത്തിൽ പുറപ്പെട്ടു വരുമ്പോ നിങ്ങളെ ഭർത്താവിന് ഉമ്മ കൊടുത്തുനോ? ഭർത്താവിനോ? ഭാര്യക്ക് കൊടുത്തുനോ? എങ്ങനെ കൊടുക്കണ്? വേറെ ആർക്ക് കൊടുത്താലും ഓക്ക് കൊടുക്കൂല. എന്താ കാരണം? അത്രയേറെ ബന്ധത്തിലാണ് നമ്മളുള്ളത്. 57,000 കുടുംബങ്ങളാണ്. 57,000 കുടുംബങ്ങളാണ് കുടുംബ കോടതിയിൽ ത്വലാഖിന് വേണ്ടി കാത്തു നിൽക്കുന്നു. ഞാൻ ഈ കോഴിക്കോട് കുടുംബ കോടതിയിൽ കൗൺസിലിംഗ് നടത്തുന്ന കൗൺസിലറാണ്. 57,000 കുടുംബങ്ങൾ ത്വലാഖ് പാസ്സായി, കേസ് വിധിയായി, അതിന്റെ കടലാസ് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. കേരളത്തിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാ. അറിയോ? 668 പെൺകുട്ടികളാണ് ഒരു കൊല്ലം കൊണ്ട് കുടുംബത്തിന്റെ സമ്മതമില്ലാതെ, മഹലിന്റെ സമ്മതമില്ലാതെ അന്യപുരുഷന്മാരുടെ കൂടെ ഒളിച്ചോടിപ്പോയത് കേരളത്തിൽ. 2880 ഭർത്തൃമതികളാണ് ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷന്മാരുടെ കൂടെ ഒളിച്ചോടിപ്പോയത് ഒറ്റ കൊല്ലം കൊണ്ട്. എന്താ കുടുംബത്തിന് പറ്റിയത്? ഞാൻ എൻ്റെ 2 അനുഭവം പറയാം. 2 അനുഭവം. പരപ്പനങ്ങാടി, മലപ്പുറം ജില്ലയിലാണ്. 1500 സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി. വിഷയം കുടുംബജീവിതം. പ്രസംഗിക്കാൻ ഞാൻ മാത്രം, ഒരാണായിട്ട് ഞാൻ മാത്രം. 1500 പെണ്ണുങ്ങളും 1500 കുട്ടികളും. 3000 ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ ഉണ്ടാകുന്ന ഒച്ചപ്പാടും ബഹളവും ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമല്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ. പരിപാടി തുടങ്ങാൻ സമയത്ത് സംഘാടകർ പറഞ്ഞു, നാം മൗലവിങ്ങൾ സ്റ്റേജ് മക്കാട് നടന്നുകൂടി, ഇപ്പോൾ പരിപാടി തുടങ്ങാൻ. അങ്ങനെ പോണ പോക്കിൽ 10 വയസ്സായ ഒരു കുട്ടി ബസ്സിന് കയ്യാട്ടിനമാര് കയ്യാട്ടി അടക്കിയാണ്. ഞാൻ ബേജാറായിപ്പോയി. എന്താണ്, നിങ്ങളാണോ ഒന്ന് പ്രസംഗിക്കണമെന്ന് വെച്ചു. അതെ, ഞാനാണ്. നമ്മ അങ്ങക്കൊരു കത്ത് എന്നാണ് അതിനോട്. ഉമ്മ, എനിക്ക് 54 വയസ്സായി, ഒരു പെണ്ണ് ഇതുവരെ എനിക്ക് എത്തുന്നില്ല. എനിക്കും ഉണ്ടാവുമല്ലോ ഒരു പൂതി. അപ്പൊ എനിക്ക് തോന്നി, ഞാൻ മരിക്കാൻ കാലത്ത് അള്ളാഹ് എന്താ ഹൈർ ഉദ്ദേശിക്കണമെന്ന് അറിയില്ലല്ലോ. അള്ളാഹു എപ്പോഴാ ഹൈർ തരാമെന്നൊന്നും പറയാൻ കഴിയൂല. വേഗം വാങ്ങി കീശയിലിട്ടു. കീശയിലിട്ട സ്ഥിതിക്ക് എനിക്കത് വായിക്കായിട്ട് ഭയങ്കര തിരക്ക്. ഞാൻ വിചാരിച്ച കത്ത് വേറെയാ. സ്വാഗത പ്രസംഗം കുറച്ച് നീണ്ടപ്പം എല്ലാ കത്തെടുത്ത് പുറത്തെടുത്ത് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ച കത്തല്ല. 3 വരിയുള്ളൂ. നമ്മളെ കുടുംബത്തിലെ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. കഴിക്കാൻ ഭക്ഷണം, ധരിക്കാൻ വസ്ത്രം, യാത്ര ചെയ്യാൻ വാഹനം, കിടന്നുറങ്ങാൻ വീടൊക്കെ ഉണ്ട്. പക്ഷെ വീട്ടിലില്ലാത്ത എന്താണെന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 1-ാമത്തെ വരി, വലിയ മുജാഹിദായിട്ടൊന്നും കാര്യം, ഞാൻ മുജാഹിദാ, വലിയ മുജാഹിദായിട്ടൊന്നും കാര്യം, ഞാൻ വെച്ച് ഇന്നോടാണെന്ന്. 2-ാമത്തെ വരി, ഭാര്യയോടും കുട്ടികളോടും നന്നായി പെരുമാറണം എന്ന് നിങ്ങൾ പറയണം. ആര്? ഞാന്. അപ്പൊ എന്നെ പറ്റിയല്ല. 3-ാമത്തെ വരിയാണ് അതിന്റെ ക്ലൈമാക്സ്. ഇപ്പോൾ തന്നെ പറയണം, അയാൾ ഇവിടെ ഉണ്ട്. അയാൾ എന്ന് പറഞ്ഞൊരു ആണാണല്ലോ.
ഞാൻ എവിടെ നോക്കിയിട്ട് ഒരു ആണിനെ കാണാനില്ല. അപ്പൊ ഇയാൾ പെണ്ണിനെ പറ്റിച്ചതാണോ? അപ്പൊ ബാക്കോട്ട് നോക്കിയപ്പോ മൈക്ക് സെറ്റാൻ്റെ അടുത്ത് കുത്തിരിക്കുന്നുണ്ട് 3 അവൻ, അതിലുണ്ട് ഇവൻ. ആര്? 1500 സ്ത്രീകളെ ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കാൻ വേണ്ടി 3 മാസമായി ഓടി നടക്കുന്ന ഒരു മുസ്ലിം, മുജാഹിദ് പോട്ടെ, മുസ്ലിം, ഒരു യുവാവ്, ഒരു ഭർത്താവ്, സ്വന്തം വീട്ടിൽ യഥാർത്ഥ മുസ്ലിം അല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ 989 മുതലാണ് പ്രസംഗിക്കാൻ തുടങ്ങിയത്. ഒരു സ്റ്റേജിമ കുത്തുനിന്ന് കരഞ്ഞത് പരപ്പനങ്ങാടിന്നാ. എന്താ കാരണം എന്നറിയോ? ഈ കത്ത് എഴുതിയത് എൻ്റെ ഭാര്യയാണെങ്കിൽ എനിക്ക് സ്വർഗല്ല. ഈ കത്ത് എഴുതിയത് എൻ്റെ ഭാര്യയാണെങ്കിൽ എനിക്ക് സ്വർഗല്ല. എനിക്ക് സ്വർഗം തരണം തീരുമാനിക്കണത് ആരാ? എൻ്റെ ഭാര്യയാണ്. ഭാര്യമാരെ നിങ്ങൾക്ക് സ്വർഗം തീരുമാനിക്കണത് ആരാ? ഭർത്താക്കന്മാരാണ്. എന്താ ഉണ്ടാവുക പരലോകത്ത്? അവിടെ വെച്ച് കാണാം. ഇപ്പം ഉണ്ടാതെക്കുക. അങ്ങനെയാണ് പോണത്. അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുക, കുടുംബത്തെ പരിപാലിക്കുക എന്നത് ദുനിയാവിൽ മാത്രമല്ല, പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ വലിയ അത്യാവശ്യമാണ്. നമ്മളെ കുടുംബം എന്തൊക്കെയായി? കമ്പാർട്ട്മെന്റ് ഫാമിലി, റെസ്റ്റോറന്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി, വീക്കെൻഡ് ഫാമിലി. ഇതൊന്നും പലഹാരത്തിന്റെ പേരല്ല. നമ്മളെ കുടുംബം ആയിത്തീർന്ന കോലം. കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രെയിനിന്റെ 2 കമ്പാർട്ട്മെന്റ്, ഒരു കുളത്തിന്റെ ബന്ധമേ ഉണ്ടാവുള്ളൂ. അപ്പുറത്ത് ജ്യേഷ്ഠന്റെ ഭാര്യ, ഇപ്പുറത്ത് അനിയന്റെ ഭാര്യ, രണ്ടും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഓൻ ആപ്പിളുമായിട്ട് അങ്ങോട്ട്, ഇപ്പം മുന്തിരിയായിട്ട് ഇങ്ങോട്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് തിന്നാന്നല്ലാതെ പുറത്ത് യാതൊരു വർത്താനമില്ല. കമ്പാർട്ട്മെന്റ് ഫാമിലിയായി. റെസ്റ്റോറന്റ് ഫാമിലി. എന്താ റെസ്റ്റോറന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പെണ്ണുങ്ങളെ പണി ഭക്ഷണം ഉണ്ടാക്കാൻ മേശമ കൊണ്ടുവയ്ക്കുക, ആണുങ്ങളെ പണി വരിക, തിന്നാ പോവുക. ആരാ തിന്നത് ഉണ്ടാക്കിയോനും അറിയില്ല, ആരാ ഉണ്ടാക്കിയത് തിന്നോനും അറിയില്ല. ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്തൊരു കുടുംബം. ന്യൂക്ലിയർ ഫാമിലി. ഞാനും എൻ്റെ ഭാര്യൻ്റെ 3 കുട്ടികളും ബാപ്പനും ഉമ്മനും കൂടി ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം നമ്മളെ മനസ്സ് ചുരുങ്ങിപ്പോയില്ലേ. വീക്ക് എൻഡ് ഫാമിലി. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കണ്ടുമുട്ടുന്ന അപൂർവം ഫാമിലി. അതാണ് ഏറ്റവും നല്ല ഫാമിലി. കാരണം ആഴ്ചയിൽ ഒരു ദിവസമേ കച്ചറ ഉണ്ടാവുള്ളൂ. കാരണം ആഴ്ച ഒരു ദിവസം നമുക്ക് കാണുള്ളൂ. കാരണം ഒരാൾക്ക് തൃശ്ശൂരാണ് ജോലി, ഒരാൾക്ക് കാസർഗോഡാണ് ജോലി, നടുവിൽ കോഴിക്കോടാ താമസം. ശനി ഞായറും മാത്രം ഒരു തമ്മിൽ കാണുള്ളൂ. അതുകൊണ്ട് 2 ദിവസമുള്ള കച്ചറ നോക്കിയാൽ മതി. എന്താ നമ്മളെ കുടുംബത്തിന് പറ്റിയത്? അതുകൊണ്ട് സഹോദരന്മാരെ, എനിക്ക് 1-2 കാര്യം നമ്മളെ കുടുംബത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കുട്ടികളോട് ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റിയ ഒരുപാട് കുട്ടികളുണ്ട്. അവരോട് ഞാൻ പറയാം, വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ തുടങ്ങിയ എന്താണ് കുടുംബം? വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം വി എന്ന മലയാള അക്ഷരം മറ്റൊരു മലയാള വാക്കിനോട് ചേരുമ്പോൾ ഒന്നിലധികം അർത്ഥം ഉണ്ടാവും. ഉദാഹരണം, ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച നാടാ. അതിൻ്റെ അപ്പുറത്ത് വി വന്നാലോ? വി ദേശം, അന്യനാട് എന്നായി. വാഹം തന്നെ വഹിക്കുക എന്നാ. വിവാഹം വ്യത്യസ്ത സ്വഭാവമുള്ള, വ്യത്യസ്ത ആഗ്രഹങ്ങളുള്ള, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള, വ്യത്യസ്ത അഭിരുചികളുള്ള 2 വ്യക്തികൾ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുന്നതിന്റെ പേരാണ് വിവാഹം. സ്വാഭാവികമായി പ്രശ്നം ഉണ്ടാവും. എൻ്റെ പെണ്ണുങ്ങൾ കോൺഗ്രസ് ആണ്, ഞാൻ മാർക്സിസ്റ്റ് ആണ്, എന്നും തല്ലാണ്. എനിക്കിഷ്ടമുള്ള ഓക്ക് ഇഷ്ടം ഉണ്ടാവില്ല, ഓക്കുള്ള ഇഷ്ടമുള്ള എനിക്കിഷ്ടം ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. അപ്പൊ ഈ ചേരായ്മ, ഈ വൈരുദ്ധ്യത്തെ ആരോഗ്യകരമായി കോർത്തിണക്കുന്നിടത്താണ് ഒരു കുടുംബം വിജയിക്കുക. അതിനെന്താ വേണ്ടത്? നമ്മളെന്താ നോക്കല്? സൗന്ദര്യവും തമ്മിൽ കല്യാണം കഴിച്ചാൽ കുഴപ്പമുണ്ടാവൂല എന്നാ. എങ്കിൽ പിന്നെ സിനിമാ നടിമാർക്ക് അതിനെന്താ തലാക്ക് ഉണ്ടാവുന്നത്? സൗന്ദര്യമല്ല. വിദ്യാഭ്യാസം കൊണ്ടൊരു മണ്ണാങ്കട്ടി നടക്കൂല. ഞാൻ അതിന്റെ അനുഭവസ്ഥനാ. വിദ്യാഭ്യാസം ഉണ്ടായ മനുഷ്യൻ നന്നാവുകയാണ്. ഏറ്റവും നല്ല മനുഷ്യന്മാരുണ്ടാണ്ട് ഈ കാലഘട്ടത്തിലല്ലേ ആണ്. വൃദ്ധസദനം ഉണ്ടായത് എന്നാ? ഈ കാലഘട്ടത്തിലല്ലേ മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെടുന്നത്? വൃദ്ധരായ മാതാപിതാക്കൾ റോഡിൽ ഉപേക്ഷിക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാ. വിദ്യാഭ്യാസം ലൈറ്റാണോ? അല്ല. ഞാന് ഈ മലപ്പുറം ജില്ലയില് മൂത്തേടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മൂത്തേടം. ഒരിക്കൽ തലേന്ന് രാത്രി പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. കുപ്പായം കഴിച്ചു വെക്കുമ്പോ രാത്രി 9:30 മണിയാ. ഒരു ഫോണ് എടുത്തു നോക്കുമ്പോ ഒരു പെണ്ണിന്റെ ശബ്ദമാണ്. ഈ 9 മണിന്റെ ശേഷം ഏതെങ്കിലും പെണ്ണുങ്ങൾ എൻ്റെ ഫോണിക്ക് വിളിച്ചാൽ ഞാൻ ആ ഫോൺ ആദ്യം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുക. കാരണം ഇവിടെ ഒരു കച്ചറ ഉണ്ടാവരുത്. ഈ സ്ത്രീകൾക്ക് സാധാരണ സംശയം തുടങ്ങി രാത്രി 9 ശേഷം. അതുകൊണ്ട് ഞാൻ വേഗം പെണ്ണുങ്ങൾ കൊടുത്തു. ഏതോ ഒരു പെണ്ണാണ്, എന്താ വെച്ചാൽ ചോദിച്ചാളാന്ന് പറഞ്ഞു. നമുക്ക് കിട്ടാൻ തിരക്കില്ല. അപ്പോൾ സംസാരിച്ച് നോക്കുമ്പോൾ ആ ശബ്ദം പെണ്ണിൻ്റെതാ. അപ്പൊ ഏതോ ഒരു കാക്കയാണ് തന്നെ. വേഗം കിട്ടേണ്ടത് തന്നു. അപ്പൊ ഞാൻ, ഹലോ, ആരാണ്? മൗലവി, നാളെ ഉച്ചക്ക് നിങ്ങൾക്ക് എന്താ പരിപാടി എന്ന് വെച്ച്. നിങ്ങൾക്ക് എന്താ പോകുക? ഞങ്ങളെ വിളിച്ചിട്ട് നാളെ ഉച്ച എന്താ പരിപാടി വെച്ചാൽ എന്താ തിന്താ ഉണ്ടാവും എന്നല്ലേ മനസ്സിലാക്കുക.
അപ്പൊ ഞാൻ വിചാരിച്ച എന്തോ ഭക്ഷണത്തിന് ക്ഷണിക്കുകയാണെന്നാ. അപ്പൊ ഞാൻ പറഞ്ഞു ചിക്കൻ ഞാൻ കൂട്ടൂല, മൂപ്പർ ചോദിക്കാതെ തന്നെ. അപ്പൊ അയാൾ പറഞ്ഞു നിങ്ങളെ തിന്നാൻ വിളിക്കുക, എല്ലാവരും നോൽപ്പ് വിളിക്കാൻ വിളിക്കുക. എൻ്റെ രണ്ടാമത്തെ പെൺകുട്ടി പുയ്യാപ്പൻ്റെ അപ്പുറം പോലുള്ള മൗലവീയർ. അപ്പൊ ഞാൻ പറഞ്ഞു കാക്കെ ഞാൻ ഒന്നെന്നെ കെട്ടിയത് എന്താ കാട്ടിലെ നിച്ചല്ലാതെ നടക്കുകയാണ്, രണ്ടാമത്തെ പറ്റി ആലോചിച്ചിട്ടേ അല്ല. ഇയാളാണ്ട് കരഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാൻ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് വന്നിട്ട് എൻ്റെ മാക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഒരു ബാപ്പൻ്റെ ദുഃഖമല്ലേ, എനിക്ക് പിറ്റേന്ന് പരിപാടി ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് മൂത്തടുത്ത് പോയതന്നാ, പിന്നോട്ട് പോയിട്ടുമില്ല, ഇനി പോകാനായിട്ട് ധൈര്യമില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ 2 പെൺകുട്ടികളാണ് ആ ബാപ്പക്ക്. 2 പെൺകുട്ടികളെയും കെട്ടിച്ചയച്ചിരിക്കുന്നു. ഒന്നാമത്തെ കുട്ടീനെ കെട്ടിയോൻ ഖത്തർ പെട്രോളിയം ക്യൂപ്പിയിലാണ് ജോലി, നല്ല ശമ്പളമുള്ള ജോലിയാണ്. അയാൾക്ക് ഈ പെട്രോൾ കുഴിച്ചെടുക്കുന്ന റിഗിലാണ് ജോലി. അതിന്റെ പ്രത്യേകത 1 മാസം ജോലി 1 മാസം ലീവാ. അപ്പൊ 1.5 മാസമൊക്കെ ലീവാണ്. എന്തിനാണെന്നറിയോ, റിഗിലെ വളരെ മോശപ്പെട്ട വായു 1 മാസം ഒരാൾ ശ്വസിച്ചാൽ, ആ 1 മാസം ശുദ്ധവായു ശ്വസിച്ചാലേ ആ വിഷം പോവുള്ളൂ. അതിന് ഖത്തർ ഗവൺമെന്റ് ശമ്പളത്തോടു കൂടി ഓരോ മാസം 1 മാസം ലീവ് കൊടുക്കും. അപ്പൊ നാട്ടിൽ പോകുന്നോളന്നില്ല, പക്ഷെ ആള് എന്തിനാ ഇപ്പൊ 1 മാസം അവിടെ നിൽക്കണ്, ഇങ്ങോട്ട് പോരും. അപ്പൊ കുട്ടികൾ അങ്ങോട്ട് കൊണ്ടുപോയില്ല. അപ്പൊ അയാൾ 1 മാസത്തിൽ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഒരു ഇന്നോവ കാർഡ് വാടകയ്ക്ക് കൊടുക്കും. അയാളെ ഭാര്യനെയും കുട്ടിനെയും, ഭാര്യന്റെ അമ്മനെയും ബാപ്പനെയും, ഓന്റെ അമ്മനെയും ബാപ്പനെയും, ഓന്റെ പെങ്ങന്മാരെയും, ഈ ഭാര്യന്റെ അനിയത്തിനെയും എല്ലാരെയും പിടിച്ച് അതിലിട്ടിട്ട് പല സ്ഥലത്തും കൊണ്ടുപോകും. നല്ലൊരു മനുഷ്യൻ. അങ്ങനെ ലീവ് തീരുമ്പോ കാറ് തിരിച്ചു കൊടുത്ത ആൾ ഖത്തറിലേക്ക് പോകും. രണ്ടാമത്തെ കുട്ടിനെ കെട്ടിയോൻ സൗദിയിലാണ്. സൗദി എന്ന് പറയുമ്പോൾ തന്നെ ശമ്പളം ഏകദേശം നമുക്ക് മനസ്സിലായല്ലോ, ഒരു 25,000 റുപ്യ ശമ്പളം, റൂമിന്റെ ചെലവും ഭക്ഷണം കഴിഞ്ഞാൽ 15,000. അയാൾക്ക് ഇന്നോവ പോയിട്ട് ഒരു സൈക്കിളും കൂടി വാടകയ്ക്ക് എടുക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ഈ കുട്ടി പോകാത്തത്. ഞാൻ അവിടെ ചെന്ന് ആ പെണ്ണുങ്ങൾ, നമ്മളെ സ്ത്രീകൾക്ക്, നമ്മളെ മുസ്ലിങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, മനുഷ്യൻ കൊലയുമക്ക് വരുമ്പോഴത്തേന് ചായ വെക്കും. എന്നിട്ട് ഭയങ്കര ചൂടുള്ള ഒരു ഗ്ലാസ് കട്ടൻ ചായ, എവിടെ പിടിക്കേണ്ടതെന്ന് തന്നെ അറിയില്ല, ഗ്ലാസിന്റെ പുറത്തും ചായ. അങ്ങനെ അവിടെ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു താത്ത ഇത് കുടിച്ച് ചെയ്യാൻ കാത്തുന്ന ലേശാൻ കൊടുത്തു, നിങ്ങൾ കുട്ടീനെ കാണിച്ചു തരികയാണ്. അങ്ങനെ ഞങ്ങളെ 2 റൂമിലിട്ട് വാതുകൽ വാപ്പിയിൽ നിന്ന് ഞാൻ ആ പെൺകുട്ടിനോട് ഒരു ചോദ്യം ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ നാട്ടിലെത്തിയേരെയാണ് ഞാൻ നിന്നത്. എന്താ ചോദിച്ചതെന്ന് അറിയാം, മോളെ ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് ഇന്നോവ കാറ് വാടകയ്ക്ക് എടുക്കലാണോ? പിന്നെന്താ നിനക്കും അറിയില്ല. പിന്നെ ചായക്കൊന്നും ഒരു ചൂടുമില്ല, ഒറ്റ കുടി. പുറത്തിറങ്ങി ചെരുപ്പും മൊബൈലും ഒക്കെ എടുക്കാനുള്ളതൊക്കെ എടുത്ത് ഞാൻ. അപ്പൊ ഇവള് ജനലിനുള്ളിൽ കൂടി, ഇവൾ ആരാന്നറിയോ, BSc നഴ്സിംഗ് കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ നേരെ താഴെ ജോലി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ്. ഡോക്ടർ ഇല്ല, പിന്നെ അടുത്ത ഡോക്ടർ ആരാ? ഈ പെൺകുട്ടിയാണ്. അത്രയും വലിയ വിദ്യാഭ്യാസമുള്ള ആളാ. ഈ കുട്ടി എന്നോട് പറയാണ്, ഒരു ഇന്നോവ കാറ് പോലും വാടകയ്ക്ക് എടുക്കാൻ കഴിയാത്ത ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് വാപ്പനോട് പറഞ്ഞാളീന്നാ. അപ്പൊ ഞാൻ പറഞ്ഞു അതിപ്പോ നീ എന്നാൾ പറഞ്ഞാളെ, ഇപ്പൊ ഞാൻ അതിനായിട്ടായിട്ട് കയറണ്ടേ? കേറിയ എനിക്കേ അറിയുള്ളൂ ഇറങ്ങിയത് എങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ഇണകൾ തമ്മിൽ എന്താ ഉണ്ടാവേണ്ടത്? സമ്പത്താണോ? വിദ്യാഭ്യാസമാണോ? അല്ല സഹോദരിമാരെ. തലശ്ശേരി പെരിങ്ങത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. 25 കൊല്ലം മുമ്പ് ഞാനൊരു പള്ളിയിൽ ഖുതുബ നടത്തുകയാണ് വെള്ളിയാഴ്ച. ആ പള്ളിയുടെ മുമ്പിലെ സഫരിക്കുന്ന ഒരു ബാപ്പ, ആ ബാപ്പക്ക് ഒരു മോളുണ്ട്, ഫരീദ എന്ന ആ കുട്ടിന്റെ പേര്. ആ കുട്ടിനെ കല്യാണം കഴിച്ചത് പെരിങ്ങത്തൂരിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്ത് കടവത്തൂരിലൊരു യുവാവാണ്. അവര് 13 ദിവസം ആ കൂടെ ജീവിച്ചത്. 14ാമത്തെ ദിവസം യുവാവിന് ദുബൈയിലേക്ക് പോകേണ്ടി വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മേജർ ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ നട്ടെല്ല് നിശേഷം തകർന്നു പോയി. 25 കൊല്ലം മുമ്പ്. ഈ കാണുന്ന ഒരു എയർപോർട്ടും ഇല്ല. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഒരു മയ്യത്ത് കൊണ്ടുവരുന്ന മാതിരിയാണ് ഈ ശരീരം, ഈ മനുഷ്യനെ കടവത്തൂരിലേക്ക് കൊണ്ടുവന്നത്. ഫരീദ എന്ന പെൺകുട്ടി 25 വർഷക്കാലം ഈ ജീവച്ഛവം പോലെ കിടക്കുന്ന യുവാവിനെ മാറോട് ചേർത്ത് പരിചരിച്ചു. സഹോദരിമാരെ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ സാധിക്കാത്ത, ഒരു ചുടുചുംബനം നൽകാൻ സാധിക്കാത്ത, ഒരു കുഞ്ഞിക്കാല് സംഭാവന ചെയ്യാൻ സാധിക്കാത്ത ഈ ജീവച്ഛവത്തെ മാറോട് ചേർക്കാൻ ഫരീദ കാണിച്ച വികാരത്തിന്റെ പേരാണ് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഈ മവദ്ദത്താണ് ഇണകൾക്കിടയിൽ ഉണ്ടാവേണ്ടത്. 25 കൊല്ലം കഴിഞ്ഞപ്പോ ഈ യുവാവിന് ബ്ലഡ് ക്യാൻസർ ഉണ്ടായി. ഈ കിടക്കണ മനുഷ്യന് ഡോക്ടർമാർ കഴിയൊഴിഞ്ഞു. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ പറഞ്ഞു ഇനി രക്ഷല്ല, മരിച്ചു പോകും, 3 ദിവസം മാത്രമേ നിന്റെ ഭർത്താവ് ജീവിച്ചിരിക്കൂ. പക്ഷേ ഫരീദ കൈയൊഴിഞ്ഞില്ല. ഇന്നും നമസ്കരിച്ച് സുജൂദിൽ കിടന്ന് ഫരീദ ഈ യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു നൽകണം. എന്തിന്? ഭർത്താവിന്റെ കുടുംബക്കാർ ആവശ്യപ്പെട്ടു.
സ്വന്തം കുടുംബക്കാരാവശ്യപ്പെട്ടു വിവാഹമോചനം നടത്തണം, വേറെ കല്യാണം കഴിക്കണം, കാരണം അവനെ കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല, നിനക്ക് വേറെ ജീവിതം കിട്ടണം എന്ന് പറഞ്ഞപ്പോ ഫരീദ പറഞ്ഞ മറുപടി, സഹോദരിമാരെ നിങ്ങളെ മനസ്സിലുണ്ടാവണം. എന്താ അവള് പറഞ്ഞതെന്നറിയോ? സ്വർഗത്തിന് 8 വാതിലുണ്ട്, നമസ്കാരത്തിനൊരു വാതിലുണ്ട്, നോമ്പിനൊരു വാതിലുണ്ട്, ഹജ്ജിനൊരു വാതിലുണ്ട്, ജിഹാദിനൊരു വാതിലുണ്ട്, സദക്കക്ക് വാതിലുണ്ട്. നിസ്കരിച്ചാൽ നിസ്കാരത്തിന്റെ വാതിലേ തുറക്കുള്ളൂ, നോമ്പ് നോറ്റാൽ നോമ്പുകാരന്റെ വാതിലേ തുറക്കുള്ളൂ. എന്താ 8 വാതിലും ഒരു പെണ്ണിന്റെ മുമ്പിൽ അള്ളാഹു തുറന്നു വെക്കും. ഇഷ്ടമുള്ള വാതിലൂടെ അവർക്ക് കയറി പോവാം. എന്താ കാരണം? ഭർത്താക്കന്മാരെ തൃപ്തിപ്പെടുത്തണം. എനിക്ക് സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും കയറി പോവാൻ ഞാൻ ഈ ഭർത്താവിനെ മാറോട് ചേർക്കുന്നു എന്ന് പറഞ്ഞ ഫരീദ ഇന്നും ജീവിച്ചിരിക്കുന്നു. അതാണ് ഇണകൾക്കിടയിൽ ഉണ്ടാവേണ്ടത്. അതുണ്ടായാൽ സൗന്ദര്യം ഉണ്ടാവട്ടെ, അല്ലാതെക്കട്ടെ, സാമ്പത്തികാവസ്ഥയാവട്ടെ, ദാരിദ്ര്യാവസ്ഥയാവട്ടെ, ഏതവസ്ഥയിലും നമ്മുടെ കുടുംബം വളരെ നന്നായി മുന്നോട്ട് പോകും. നല്ല മനസ്സോടുകൂടെ ഒരു പുതിയ ഭാര്യയും ഭർത്താവുമായി ഈ ഹാളിൽ നിന്ന് വൈകുന്നേരം ഇറങ്ങിപ്പോവാൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും, മാതാപിതാക്കളെയും, ഭാര്യ, ഭർത്താവ്, മക്കളെയും എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കുടുംബ സംഗമം ഒരു സ്വാലിഹായ ഒരു അമലായി നാം ഓരോരുത്തരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.